ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അജിത്താണ്. അപ്പോൾ നമ്മളിന്ന് ഉള്ളതൊരു യാത്രാ വീഡിയോ ആയിട്ടൊന്നുമല്ല, പക്ഷെ ഒരു യാത്ര റിലേറ്റഡ് വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ് കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അഗസ്ത്യാർകൂടം ട്രക്കിങ് അത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത ആഴ്ച നമ്മൾ നവംബർ 18, 19, 20 തീയതികളിൽ ഞാൻ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഒരു വീഡിയോ വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി എന്തുകൊണ്ട് അതിന് മുന്നേ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തുകൂടാന്ന്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉപയോഗപ്പെടുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഉള്ളത്. അപ്പൊ അത് കേരളത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലെങ്തസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ട്രയലാണ് ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. അപ്പോൾ ഈ അഗസ്ത്യാർകൂടം മലനിരകൾ എന്ന് പറയുന്നത് ശരിക്കും ഇത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ ഒക്കെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് പരന്നു കിടക്കുന്ന ഒരു മലനിരകളാണെങ്കിൽ കൂടിയിട്ടും കേരളത്തിൽ നിന്നാണ് പൊതുവെ അവിടേക്ക് എൻട്രി ഉള്ളത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നാണ് ഈ ട്രക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പണ്ടൊക്കെ ശരിക്കും വർഷങ്ങൾ മുന്നേക്കെ ഇവിടേക്ക് പെർമിഷൻ ഒന്നും ഇല്ലാതെ പോലും ആളുകൾ പോയിട്ടുണ്ടായിരുന്ന സംശയമുണ്ട്. പിന്നെ പല റൂട്ടുകളിലൂടെയും പല എൻട്രി പോയിന്റുകളും വിത്ത് പെർമിഷൻ ആയിട്ട് തന്നെ പല എൻട്രി പോയിന്റുകളും തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒരു ബോണക്കാട് എന്ന് പറയുന്ന തിരുവനന്തപുരം ബോണക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട് ഈ നമ്മുടെ എൻട്രി പോയിന്റ്. അപ്പൊ ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 26 കിലോമീറ്റർ വൺ ഡയറക്ഷൻ ഉണ്ട്. പിന്നെ അതൊരു 2-3 ദിവസം എടുത്ത്, അത് ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ച് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുത്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രക്കിംഗ് ട്രയലാണ്. പൊതുവെ പറയുന്നത് ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് റേഞ്ചിലുള്ള ട്രക്കിംഗ് ട്രയലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ കുറെ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു 7 വർഷം മുന്നൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ വേറെ യാത്രകളൊക്കെ ഉണ്ടാവുന്നവര് നമ്മൾ ഒരുമിച്ച് നമുക്ക് അഗസ്ത്യാർകൂടം പോവാന്ന് പ്ലാൻ ചെയ്ത സമയത്ത് എനിക്കെന്തോ പേഴ്സണലി അത് പോകാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പൊ അവരൊക്കെ പോയി. പിന്നെ അതിനുശേഷം അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ ഇത് 2 രീതിക്കാണ് ഇവിടെ നമുക്ക് ട്രക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒന്ന് സീസണൽ ട്രക്കിംഗും ഉണ്ട്, പിന്നെ ഓഫ് സീസണൽ ട്രക്കിംഗും ഉണ്ട്. അതായത് സീസണൽ ട്രക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ജനുവരി മാസത്തിലൊക്കെ അത് ബുക്കിംഗ് മീൻസ് അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങും. പിന്നെ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് ഈ സീസണൽ ട്രക്കിംഗ് കൊടുക്കുന്നത്. ഈ സീസണൽ ട്രക്കിങ്ങിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അത് ഒരു ദിവസം 100 പേരെ എങ്ങാണ്ട് അവർ പെർമിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്ക് വേണമെങ്കിൽ പോലും ബുക്ക് ചെയ്യാം. ഓരോരുത്തർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാല് ഒരു 70 പേർക്കാണ് ഒരു ദിവസം ഒരു പെർമിഷൻ കൊടുക്കുള്ളൂ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 30 പേര് അവിടെ പോയി എടുക്കുന്ന 30 പേർക്കും, അതായത് പിന്നെ ഈ ഓൺലൈൻ ക്യാൻസൽ ചെയ്യുന്ന ഇത് അഡീഷണൽ വരികയാണെങ്കിലും അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം 100 പേർക്കാണ് ഒരു ദിവസം വെച്ച് കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ ഈ സീസണൽ ട്രക്കിങ്ങിൽ അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെന്താ വെച്ചാല് അന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയ സമയത്തൊക്കെ 1000 രൂപയ്ക്കായിരുന്നു ഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1000 രൂപയോ അതിന്റെ അറൌണ്ട് 1000 ആ സംതിങ് ആയിരുന്നു. ഇപ്പൊ പക്ഷെ അത് 2000, 2500 ഒക്കെ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ ഈ ഫുഡൊന്നും ഇൻക്ലൂഡഡ് ആവില്ല. കാരണം ഈ 3 ദിവസത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആവില്ല. പക്ഷെ ഫുഡ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അവിടെ ഈ ക്യാമ്പുകളിലുണ്ടാവും, മറ്റേ ഈ ഇടത്താവളങ്ങളിലുണ്ടാവും. അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ അഡീഷണൽ കാശ് കൊടുത്ത് നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. പിന്നെ അടുത്ത സാധ്യത എന്താ വെച്ചാൽ ഈ ഓഫ് സീസൺ ട്രക്കിംഗ് എന്നാണ്. ഓഫ് സീസൺ ട്രക്കിംഗ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 1-2 മാസം മുന്നേ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാണ്. അതായത് ഈ സീസൺ അല്ലാത്തയും പിന്നെ ഈ എനിക്ക് തോന്നുന്നത് ആനിമൽസിന്റെ ബ്രീഡിംഗ് സീസൺ അല്ലാത്ത സമയങ്ങളിലും അവർ ഓഫ് സീസൺ ട്രക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഓഫ് സീസണൽ ട്രക്കിങ്ങിന് എന്താ വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തത്കാലം ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് കിട്ടാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം അറിയാലോ, നമ്മുടെ എല്ലാവരും മൈൻഡ് സെറ്റ് മാറിയുണ്ട്. യാത്രകളും ട്രക്കിങ്ങും ഒക്കെ ഈ പുതിയ തലമുറയിലുള്ള പിള്ളേരും അതുപോലെ തന്നെ നമ്മളെ പോലുള്ള തന്തവൈബുള്ള ആൾക്കാരും ഒക്കെ ഇപ്പോൾ യാത്രയിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എവിടെ നമ്മൾ പ്രിയർ ബുക്കിംഗ് സാധനം ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സീസണൽ ട്രക്കിങ്ങിലേക്ക് ഇപ്പൊ ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഭയങ്കര സ്കിൽഫുള്ളി അത് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാൻ ഈ സീസണൽ ട്രക്കിങ്ങിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു അനിയനും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ഞാൻ അവസാനം വിചാരിച്ചു എങ്ങനെയായാലും ഇപ്പൊ ഈ അഗസ്ത്യാർകൂടം നമ്മൾ പല സ്ഥലത്തും പോയി മലയൊക്കെ കയറുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കും കേരളത്തിലെ നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ഒരു ട്രക്കിംഗ് ട്രയൽ നമുക്ക് എന്തായാലും ഒരിക്കൽ പോലെങ്കിലും നമുക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്
ഇത്തവണ ഞാൻ എന്തായാലും അത് പിന്നെ ഈ ഓഫ് സീസണിലുള്ള ട്രെക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓഫ് സീസൺ ട്രെക്കിംഗ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് തനിയെ തന്നെ ബുക്ക് ചെയ്യാം. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒന്നില്ലെങ്കിൽ 5 പേരുള്ള ഒരു ടീം വേണം നമുക്ക്, അതല്ലെങ്കിൽ 10 പേരുള്ള ടീം വേണം. അങ്ങനെ നമുക്ക് ടീമായിട്ട് ഈ ഓഫ് സീസൺ സമയത്ത് നമുക്കത് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നേരിട്ട് അവിടെ പോയിട്ടും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഈ TVM wildlife.com എന്ന് പറയുന്ന ഈ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യുന്ന സൈറ്റിൽ ഈ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതിന് പെർ ഹെഡ് വരുന്നത് 4000 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ ഈ ഫുഡൊക്കെ ഈ 3 ദിവസത്തെ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് അതിലത്തെ ഒരു പ്രത്യേകത. പിന്നെ അത് നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാന്നുള്ളതിന് ഉപരി അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരാളാണെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അപ്പൊ ടീമായിട്ടേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേറെ എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആളുകൾ, അതായത് ഈ ട്രാവൽ കമ്മ്യൂണിറ്റികളോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ട്രാവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പരിചയപ്പെട്ട 5 ആളെയോ 10 ആളെയോ വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ഓൾറെഡി ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ബുക്ക് ചെയ്തത് ഇതുപോലത്തെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തിന്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുക്കാം. ഒരു ആൽവിൻ വിൽസണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു BPU എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ട്രാവൽ കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരാള് ആണ്. പിന്നെ ആള് വഴിയാണ് ഞാനിത് ബുക്ക് ചെയ്തത്. അപ്പൊ അവരെന്താ വെച്ചാല് ഒരു 4500 രൂപ മേടിച്ചു. നമുക്ക് വേറെ ആളുകളും അവരുടെ അടുത്ത് ഇതുപോലെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ ഓരോ ടീമായിട്ട് അവര് ബുക്ക് ചെയ്ത് തരികയാണ് ചെയ്യാം. അപ്പൊ അത് അവർ ചെയ്തോളും. പിന്നെ വേറെ പല ടീംസും പല രീതിക്കും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാല് പല രീതിക്ക് കാശ് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ബോണക്കാട് എന്ന് പറയുന്ന ഒരു എൻട്രി പോയിന്റ് എന്നാണ്. അതായത് ഈ തിരുവനന്തപുരത്ത് തന്നെ ബോണക്കാട് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ട്രെയിനിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. നമ്മൾ തമ്പാനൂര് ഒക്കെ ആണല്ലോ, അവിടെ നിന്നൊക്കെ ഏകദേശം നമുക്ക് ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട് പിന്നെ ഈ ബോണക്കാടേക്ക്. അപ്പോൾ ഈ 2 മണിക്കൂറോളം യാത്ര ഉണ്ടാകുമ്പോൾ ഇവര് പല ടീമുകളും നമ്മളെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ആ ഒരു സമയത്തെ ഫുഡും പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി വിടുന്നത്, ഏത് ബോണക്കാട് കൊണ്ടുപോയി വിടുന്നതും ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും എടുത്തിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നതും ആ ഒരു സമയത്തെ ഫുഡും ഒക്കെ അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ 5200 അങ്ങനെയൊക്കെ റേറ്റിലും 5500 അങ്ങനെ 5000 റേറ്റിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു വക്കീൽ ബ്രോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നു. ആള് ചെയ്തിട്ടുണ്ട്. ആള് ഇങ്ങനെ ഇതുപോലെ എന്തോ ആളുടെ ഫീസ് എത്ര എനിക്കറിയില്ല, അത് ചെയ്യുന്നത് കണ്ടു. പിന്നെ അതുപോലെ വേറെ എന്റെ ഒരു അനിയനും അവന്റെ ഫ്രണ്ട്സൊക്കെ ഈ അടുത്ത മാസം അവർ പോകുന്നുണ്ട്. അത് വേറെ ഒരു ഗോ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഇതിൽ കൊടുക്കാം കേട്ടോ. കാരണം ആർക്കെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിൽ വഴി പോവാം. അപ്പൊ അവര് പോകുന്ന അടുത്ത മാസം അവർ 5200 അങ്ങനെ എത്ര. അവർക്ക് അപ്പം എന്താ വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ അവരെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നതും അതിന്റെ ഇടയിലുള്ള ഒരു ഫുഡും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പരിപാടിയൊന്നുമില്ല. നമ്മളെങ്ങനെ വെച്ചാല് ഈ പോകുന്നതും എത്തുന്നതൊക്കെ എങ്ങനെ എന്നുള്ളത് ഞാൻ എന്തായാലും പോകുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ ഇത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ ആളുകളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫ് സീസൺ ട്രക്കിങ്ങിൽ പോകാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് പോവാം. ഈ ഓഫ് സീസൺ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് 1 മാസമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഡിസംബർ സമയത്തൊക്കെ ഉണ്ട്. അപ്പൊ അത് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഈ ആളുകളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്ക് 5 പേരോ 10 പേരുള്ള ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റും കോൺടാക്ട് ചെയ്യാം. പിന്നെ കുട്ടികളെയൊന്നും ഇവിടേക്ക് ട്രക്കിങ്ങിലേക്ക് ഉൾപ്പെടുത്തില്ല. അഡൽട്സ് ആയ ഇന്ത്യൻ അഡൽട്സിന് മാത്രമേ ഇത് ഈ ട്രക്കിംഗ് പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഏകദേശം 1 ഡയറക്ഷനിൽ 28 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ 2 ഡയറക്ഷൻ ഏകദേശം 19 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുക്കും. പൊതുവെ 3 ദിവസം സാധാരണ നമ്മളൊക്കെ പോകുമ്പോൾ 3 ദിവസം എടുക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം നന്നായി നടന്ന് ട്രക്ക് ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക് 2 ദിവസം കൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുണ്ടാവും. അതാണ് ഒരു കേസ്. പിന്നെ അപ്പോൾ നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം, എന്തൊക്കെ കരുതണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ പോകുന്ന സമയത്ത് കാണിക്കാം. എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ അതിൽ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഞാനത് കാണിക്കാം. കാരണം പിന്നീട് ഒരാൾക്ക് വേണമെങ്കിൽ അത് റെഫറൻസ് ആക്കി എടുത്തിട്ട് ചെയ്യാതിരിക്കാമല്ലോ ആ കാര്യങ്ങൾ. പൊതുവേ നമ്മൾ ഈ ഫോറസ്റ്റ് ട്രക്കിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ നടന്നു പോകാനൊക്കെ ഉള്ളതായതുകൊണ്ട് മിനിമം ലഗേജിൽ നമ്മൾ പോകണം എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഏറ്റവും മിനിമം ലഗേജ് നമ്മൾ കൊണ്ടുപോവുക. പിന്നെ അത്യാവശ്യം പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ പെയിൻ കില്ലർ സ്പ്രേകളും സാധനങ്ങളൊക്കെ കരുതുക.
പിന്നെ ഞാൻ ഈ ട്രക്കിങ്ങിന്റെ നമ്മൾ ഇതിൽ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ എന്തൊക്കെ കരുതണം എന്നുള്ള അതിന്റെ പിന്നെ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കുറെ അയച്ചു അതില് ട്രക്കിംഗ് ബൂട്ടൊക്കെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൽ ആൾക്കാർ ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ ഈ ട്രക്കിംഗ് ബൂട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ എന്തൊരു പ്രശ്നം എന്താ വെച്ചാല്, പ്രശ്നമല്ല, ഇതിൽ പോകുന്ന റൂട്ടിൽ ഇഷ്ടംപോലെ മറ്റേ അരുവികളും എത്രയോ 10-36 വാട്ടർഫോൾസും അതിനനുസരിച്ച് അരുവികളും വാട്ടർ സ്ട്രീംസും ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ക്രോസ് ചെയ്തൊക്കെ പോകേണ്ടി വരും. അപ്പൊ ഈ ബൂട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ചിലപ്പോ ആകെ നനയാനൊക്കെ സാധ്യത ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ സ്ലിപ്പറും കൂടെ നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ പോയിട്ടുള്ള അനുഭവങ്ങൾ അത് പോയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാല്, അവര് നമുക്കൊരു നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മെഡിക്കൽ ഫിറ്റ്നസ് കാണിക്കുന്ന ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഡോക്ടറുടെ നിന്ന് മേടിക്കണം. ഞാനത് മേടിച്ചിട്ടില്ല, പക്ഷെ അത് നിർബന്ധമാണ്. അപ്പോൾ അടുത്തൊരു ദിവസം ഞാനത് മേടിക്കും. അത് മേടിച്ച് കഴിഞ്ഞ ശേഷം അതെങ്ങനെ കിട്ടുക എന്നുള്ളതും അറിയുണ്ടാവും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ പലരും പല സമയത്തും മേടിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ മേടിക്കുന്നതെന്നും കൂടെ ഞാൻ കാണിക്കാം. പിന്നെ നമ്മളെന്താ വെച്ചാല് അവിടെ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള സാധനമൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്തായാലും ട്രെയിൻ ടിക്കറ്റ് സൺഡേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സൺഡേ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് എത്താന്നുള്ള രീതിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എങ്ങനെ ഈ ബോണക്കാട് എത്താന്നുള്ളതും കൂടെ, ബോണക്കാട് നിന്ന് പിന്നെ എങ്ങനെ ട്രക്ക് ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓഫ് സീസൺ ട്രക്കിംഗ് എങ്ങനെ ചെയ്യാം, ബുക്ക് ചെയ്യുക എന്നുള്ളത് ആരെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പിന്നെ സൈറ്റിലൂടെ ബുക്ക് ചെയ്യാം എന്നുള്ളത് ഇപ്പോഴും നവംബറിലൊക്കെ നോക്കുമ്പോൾ പല ഡേറ്റ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ ഈ ബാച്ചിനായിട്ടുള്ള. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മള് പിന്നെ tvmwildlife.com എന്ന സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് 5 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ കുറച്ച് ഞാൻ ബുക്ക് ചെയ്ത ആ ഒരു ആളുടെ നമ്പറും പിന്നെ ആളുടെ ഡീറ്റെയിൽസും പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള 1-2 ആളുകളുടെ ഡീറ്റെയിൽസും പിന്നെ എൻ്റെ അനിയൻ ഇപ്പോൾ പോകുന്ന അവൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവൻ ഡിസംബർ ലാസ്റ്റ് കണ്ടോ ഉള്ള ഒരു ബാച്ചിലാണ് അവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവൻ പോകുന്ന ഡിസംബറോ നവംബറോ ലാസ്റ്റ് അവൻ പോകുന്ന ആ ടീമിന്റെ ഡീറ്റെയിൽസും ബുക്ക് ചെയ്ത ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിങ് താല്പര്യമുള്ളവര്, ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാര് ഈ ഒരു സാധനം ചെയ്യുക. ട്രക്കിങ്ങും സാധനങ്ങളൊക്കെ അടിപൊളിയാവുക, എൻജോയ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ട്രക്കിങ്ങും ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫീലാണ് അത് ചെയ്യുമ്പോൾ. അത് ചെയ്ത് കഴിയുന്നവർക്കും അല്ലെങ്കിൽ ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം. അപ്പോൾ ആ ഒരു സാധനം എൻജോയ് ചെയ്യാം അടിപൊളിയായിട്ട്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഓൾ.